ഒരു കിടക്കാച്ച എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ശ്വേത ചേച്ചി, ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കാടായിരിക്കും. പക്ഷേ ഈ കാടാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും. കാരണം കാട്ടിലെ മൃഗങ്ങളെ പറ്റി അറിയില്ല, കേൾക്കുന്ന സ്റ്റോറീസ് കറക്റ്റ് ആവണം എന്നില്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് നിൽക്കുന്ന താരമാരാണ്? പാമ്പ്. അതുകൊണ്ട് കാടിനെ പറ്റിയും നാടിനെ പറ്റിയും ചിന്തിക്കാൻ തന്നെ നമുക്ക് പേടിയാണ്. ഇതൊക്കെ ഇപ്പൊ പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഇന്ന് നമ്മളോടൊപ്പം നാട്ടുകൂട്ടത്തിൽ ജോയിൻ ചെയ്യുന്നത് ഈ പറയുന്ന സംശയങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റിയ ഓഫീസേഴ്സ് ആണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. അത് മാത്രമല്ല, സർപ്പ ടീമിലെ വോളണ്ടിയേഴ്സും ഉണ്ട്. ഹലോ. ഈ സർപ്പ ടീം എന്താണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഈ സ്നേക്കുമായിട്ട് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ സ്നേക്കിന്റെ ഡൗട്ട്സ് അതിനെയൊക്കെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന രീതിയിലും പിടിക്കുന്ന ഒക്കെ ചെയ്യുന്ന വോളണ്ടിയേഴ്സ് ആണ് സർപ്പ ടീം. അപ്പൊ ഞാൻ ഈ ആലോചിക്കുന്നത്, നമുക്ക് ഇത്രയും പ്രായമായതുകൊണ്ട് നമ്മളിപ്പോൾ ന്യൂസൊക്കെ കാണുന്നത് നമുക്ക് ഈ പാമ്പുകളുടെ കാര്യം അറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാലിലൊന്ന് തൊട്ടാൽ തന്നെ നമ്മൾ ഒരു മിനിറ്റ് അതൊന്ന് അവെയർ ആവും എന്താണെന്നുള്ളത്. പക്ഷെ കുഞ്ഞു പിള്ളേരുടെ കാര്യം നോക്കുമ്പോഴേ അവർ ഈ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് കളിക്കുന്നു. അപ്പം ചിലപ്പോൾ ഈ പാമ്പ് കടി ഏറ്റാൽ തന്നെ അവർ ചിലപ്പോൾ വീട്ടിൽ പോയി ചിലപ്പോൾ പറയാനൊന്ന് പേടിക്കും. അമ്മയോ അച്ഛനോ വഴക്ക് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇത് എന്തായിരിക്കും, കാരണം കളിക്കല്ലെന്ന് പറഞ്ഞെടുത്ത് സൂക്ഷിക്കാണ്ട് ഞാൻ പോയി ചെയ്താണോ എന്നുള്ളൊക്കെ ഒരു ഇമോഷനിലായിരിക്കും ഈ പിള്ളേർ നിൽക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കണം പാരൻസ് ഇതിനെപ്പറ്റി ഒന്ന് ഹാൻഡിൽ ചെയ്യേണ്ടത്? പാരൻസ് എങ്ങനെയായിരിക്കും പിള്ളേർക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ? അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമായിരിക്കുമോ? തുടക്കം തൊട്ട് കുട്ടികളെങ്കിലും കൂടുതൽ മാതാപിതാക്കൾക്കാണ് ഇതിനൊരു അവയർനെസ് കൊടുക്കേണ്ടത്. ചുരുക്കം പറയുകയാണെങ്കിൽ, വീട്ടിലുള്ള അമ്മമാര് കാലത്ത് ഫുഡ് പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തിരക്കാവും. ആ സമയത്ത് വിറക് പെരയിലോ വിറകെടുക്കാനോ കാഴ്ച പറയുന്ന സ്ഥലത്തായാലും കൈയിട്ട് എടുക്കലാണ് സ്ഥിരം പരിപാടി. ആ സമയത്തായാലും കടി കിട്ടാം. അവിടെ തൊട്ട് തുടങ്ങാമെന്ന് പറയാം. വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പടി നോക്കാറില്ല. പടിയുടെ അടിയിൽ പാമ്പുണ്ടോ, എന്തെങ്കിലും വേറെ ഇഴജന്തുക്കളുണ്ടോ എന്ന് ഒരിക്കലും നോക്കാറില്ല. ചാടി ഇറങ്ങലാണ് നമ്മുടെ പതിവ്. അവിടെ തൊട്ട് അമ്മമാര് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തുടങ്ങുക. കുട്ടികളുടെ അടുത്ത് ഇപ്പോഴത്തെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യം, റീൽസിന്റെ കാര്യം പറഞ്ഞല്ലോ, ബോൾ പൈത്തൻ പാമ്പുകൾ അറിയാലോ, വളർത്തണ പാമ്പുകൾ, എക്സോട്ടിക് അനിമൽസ് ആണ്, അതിന് വളർത്തുന്നുണ്ട്. അപ്പോൾ മിക്ക റീൽസും കാണാം കുഞ്ഞു കുട്ടികളെ അതിനടുത്ത് ഹാൻഡ് ലൈൻ കാണാം. ഇത് കണ്ട് കുട്ടികൾക്ക് വിചാരം ഇതിനൊന്നും കോമൺ ആണ്, എല്ലാവർക്കും കളിക്കുന്ന ടോയ് ആണ്, വിഷമില്ലാത്ത പാമ്പാണ്, ബാക്കിയുള്ളവർ കളിക്കുന്നുണ്ട്. ഇവർ വീഡിയോ കണ്ടിട്ടാണ് കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി ഇതിനുള്ള പേടി, ഭയം കുറഞ്ഞു പോകും. കാരണം ഉദാഹരണം, എൻ്റെ വീട്ടിൽ എൻ്റെ മകനുണ്ട്, അവന് 5 വയസ്സ് ആവാറായി, പക്ഷേ അവനോട് പേടിയില്ല. ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു ബോൾ പൈത്തനെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ആള് ലാഘവത്തോടുകൂടി എടുത്തു കൈകാര്യം ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നാളെ വിഷപ്പാമ്പിനെ കണ്ടാലും ആളൊരു പാനിക്കല്ലാണ്ട് അവൻ ചിലപ്പോൾ കൈകാര്യം ചെയ്യും, ഉറപ്പാണ്. അതൊന്ന്. അപ്പോൾ പാമ്പ് നമുക്ക് അപകടം വരുത്തും, മരണം സംഭവിക്കാൻ ഒരിടവരുത്തും എന്നുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മിക്ക അമ്മമാരും കുട്ടികൾക്ക് ഒന്ന് സൈക്കിളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ, ഒന്ന് തട്ടി തടഞ്ഞ് വീണ് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും കുട്ടികളെ അടിക്കാറുണ്ട്, ചീത്ത പറയാറുണ്ട്, ഷൗട്ട് ചെയ്യാറുണ്ട്. അത് കോമൺ ആണ്. ഇഷ്ടം കൊണ്ടായിരിക്കാം എന്ന് പറയാം, പക്ഷേ അത് കുട്ടികളുടെ ഉള്ളിൽ പേടി വർദ്ധിപ്പിക്കുകയാണ്. നാളെ കുട്ടികൾക്കൊരു പാമ്പ് കടി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ വീട്ടിൽ വന്ന് പറഞ്ഞു എന്ന് വരില്ല. കാരണം അമ്മ തല്ലും, അമ്മ ചീത്ത പറയും എന്ന് പേടിച്ച് കുട്ടികളത് ഒളിച്ചു വയ്ക്കാറുണ്ട്. അത് കൂടുതൽ അപകടം വരുത്തി തീർക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുട്ടികളുടെ അടുത്ത് നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യാൻ പറയണ പോലെ തന്നെ സ്കൂളിലേക്ക് പോണ സമയത്ത്, വീടിന്റെ പടി ഇറങ്ങണ സമയത്ത് നോക്കി ഇറങ്ങണം എന്ന് പറയാം. ഷൂ, കോമൺ ആയിട്ട് ഷൂ മിക്ക സ്കൂൾ കുട്ടികളും ഉപയോഗിക്കുന്നതാണ്. ഷൂവിന്റെ ഉള്ളിൽ എന്താ, ഒരു ഇരുട്ട് നിറഞ്ഞൊരു സിറ്റുവേഷനാണ്. പാമ്പുകൾ എപ്പോഴും പ്രിഫർ ചെയ്യണത് ഒരു പൊത്താണ്, അല്ലെങ്കിൽ ഇരുട്ടായുള്ള ഹൈഡ് ഔട്ട് ഏരിയകളാണ്. മഴക്കാലത്തായിക്കോട്ടെ, നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെരുപ്പിന്റെ അരികിലോ അല്ലെങ്കിൽ ചെരുപ്പിന്റെ ഉള്ളിലോ ഒരു തവളക്കുട്ടിയോ ഒരു ചാടനോ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടാവും. കുഞ്ഞു പാമ്പുകൾക്ക് അത് ഭക്ഷണമാണ്. ഓട്ടോമാറ്റിക്കലി ഈ പാമ്പ് ഈ ഭക്ഷണം തേടി വരുന്നു, ഈ ഷൂവിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ അത് കയറിയിരിക്കണു, കഴിക്കുന്നു, അവിടെ സേഫായി അതിൻ്റെ ഉള്ളിൽ ഇരിക്കണത്. നമ്മുടെ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ഈ ഷൂ എടുത്ത് ധരിക്കണ സമയത്ത് ഓട്ടോമാറ്റിക്കലി കടി കിട്ടും. അപ്പോൾ ഡെയിലി റുട്ടീൻ എന്നുള്ള ലെവലിൽ ആ ഷൂവ് തട്ടിക്കുടഞ്ഞ് ഇടാൻ തുടക്കം തൊട്ടേ ശ്രമിക്കാം. എല്ലാവരും ചെയ്യണത് ഉള്ളിലേക്ക് കൈയിട്ടിട്ടാണ് ഷൂ എടുത്ത് കുടയണത്. അത് അപകടം വരുത്തും. ഷൂവിൻ്റെ തുമ്പുഭാഗം പിടിച്ച് തട്ടി നോക്കുക, ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഷൂ ധരിക്കാൻ നോക്കുക. അത്രയും കാര്യം ശ്രദ്ധിക്കുക. പിന്നെ മിക്ക വീഡിയോസിലും കണ്ടാലറിയാം, പടി വീടിൻ്റെ ഇറങ്ങണ സമയത്താണ് മിക്കപ്പോഴും പാമ്പ് കടിക്കാൻ വരാറുള്ളത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാമ്പ് എപ്പോഴും ഒരു കോർണർ ഫേസ് സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ്. അപ്പം നമ്മളായാലും, ഇപ്പം ഞാനായ പോലും വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പടി നോക്കും എന്തെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ എല്ലാവരും ശീലിക്കുക. പാമ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി കടികൾ ഒഴിവാക്കാം. പിന്നെ കാഴ്ച മറയണ സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ടോർച്ചോ വെളിച്ചോ ഉപയോഗിച്ച് നടക്കുക, അത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അപകടം വരാം. കുട്ടികളുടെ അടുത്തായാലും ചിലപ്പോൾ ഫുട്ബോളോ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്താവും ഭയങ്കര സ്പിരിറ്റാവും. സമയത്ത് കളിക്കണ സ്പിരിറ്റിൽ ബോൾ പോയാലും ഒരു പൊന്തക്കാട്ടിൻ്റെ ഉള്ളിൽ പോയാലും ഓടിച്ചെല്ലണം, അത് എടുക്കണം, ഇങ്ങോട്ട് പോരുന്നത്. പക്ഷെ അതിനുള്ളിൽ അപകടം ഇരിക്കാം. പാമ്പ് എന്ന് പറഞ്ഞ ജീവി ഒരിക്കലും
ഉപദ്രവിക്കണമെന്ന് വിചാരിച്ച് കടിക്കണമെന്നല്ല. ഇപ്പൊ പൊന്തക്കാട്ടിലേക്ക് ഒരു ബോർഡ് പോയി കഴിഞ്ഞാൽ കുട്ടി ഓടി വന്ന് കൈയിട്ടെടുക്കുന്ന സമയത്ത് ആ പാമ്പിനെ അറ്റാക്ക് ചെയ്യാനാണെന്ന് വിചാരിച്ചിട്ടാണ് പാമ്പ് റിയാക്ട് ചെയ്യണത്. അങ്ങനെയാണ് പാമ്പുകൾ കൂടുതലും കടി ഉണ്ടാവണത്. അല്ലാതെ ഒരിക്കലും പാമ്പുകൾ ഓടി വന്ന് കടിക്കണമെന്ന് ഒരു ആഗ്രഹമുള്ള ജീവികളല്ല. അതിന് സിറ്റുവേഷൻസ് അനുസരിച്ച് അത് ബിഹേവ് ചെയ്യേണ്ടതാണ്. ഇൻ കേസ് ഉദാഹരണം പറയുകയാണെങ്കിൽ പാമ്പിൻ്റെ കുറച്ച് അകലെ നിന്നിട്ട് ഇപ്പം ഞാൻ ഒന്ന് കൈവീശി അടിക്കുകയാണെങ്കിൽ അവിടെ നിൽക്കും, ഒരു എക്സ്പ്രഷനും കാണിക്കില്ല എൻ്റെ അടുത്ത്. പക്ഷെ തൊട്ടടുത്താണെങ്കിൽ ഞാൻ അടിക്കുകയാണെങ്കിൽ റിയാക്ട് ചെയ്യും. ഒന്നല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ തിരിച്ചു തന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. അത്ര തന്നെ പാമ്പിൻ്റെ നിശ്ചിതമായിട്ടുള്ളൊരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാമ്പ് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രം അവർ കടിക്കും എന്നാണ്. നമ്മൾ സെൽഫ് ഡിഫൻസ് എടുക്കുന്ന പോലെ തന്നെയാണ് പാമ്പും രക്ഷപ്പെടാൻ വേണ്ടി അത് നോക്കുന്നതാണ്. വെപ്രാളത്തിൽ പോകുമ്പോഴാണ് നമ്മളും പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി പോകുന്നത്. അതെ അതെ അതെ. ഹാ, എന്തെല്ലാം അറിവുകളാണല്ലേ നമുക്ക് കിട്ടിയത്. ചേച്ചിയെ ഇതെല്ലാം കേട്ടിട്ട് ഒരു മിനിറ്റ് സ്റ്റക്കായി ഇരിക്കുവാണോ? കാട്ടിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാം, കോമഡി മാസ്റ്റേഴ്സിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഒന്ന് കൈയടിച്ചേ എല്ലാവരും. പ്രത്യേക റെഡിയായില്ലേ? ഇൻഫർമേഷൻ ഒക്കെ നമ്മളിങ്ങനെ ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ തമാശയും ഒരു സൈഡിൽ കൂടെ അല്ലെ, ട്രാക്ക് എന്ന് പറയുമ്പോ ഉണ്ട്, സെന്ററിൽ മതി അല്ലേ? ശരി, അപ്പൊ എന്തായാലും നമുക്ക് ഇനി കുറച്ച് നേരം റിലാക്സ് ചെയ്ത് ചിരിക്കാം. ഓക്കെ, എല്ലാരും വീട്ടിൽ സേഫ് ആയിട്ടാണല്ലോ ഇരുന്ന് ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇരുന്ന് ആശ്വസിക്കാം. ചിരി ഫുൾ തമാശ. ചേച്ചിയെ ഇറക്കട്ടെ, ചേച്ചിയുടെ ഫാമിലി മെമ്പേഴ്സിനെ വരട്ടെ. നല്ല കാറ്റ്. അതെ ഷർട്ടേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. സാധാരണ കാറ്റൊക്കെ വരുമ്പോഴേ അഴയിലിട്ട ഡ്രസ്സൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ആടാറുണ്ട്. നീ ഒരു വല്ലാത്ത ആട്ടാണല്ലോ ആടുന്നത്. അതെന്താന്നറിയാമോ? എന്നെ ആടിമാസം ഓഫറിലാണ് വാങ്ങിച്ചത്. അതാണ് ഭയങ്കര ആട്ടം. ആണാ? അയ്യോ, എനിക്കാണെങ്കിൽ ഭയങ്കര തലകറക്കം. എന്ത് പറ്റിയണ്ണ? വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ കറങ്ങി വന്നതല്ലേ, എന്താ പറയണ്ട, അങ്ങോട്ട് കറങ്ങുന്നു ഇങ്ങോട്ട് കറങ്ങുന്നു അങ്ങോട്ട് കറങ്ങാണ്, അവസാനം ഒരു സ്പിന്നുണ്ട്. എന്റെ ദൈവമേ, മരണക്കിണർ തോറ്റുപോകും. എന്നാ സത്യം പറയാൻ നമ്മുടെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. സത്യം. വെയിലത്ത് കൊണ്ടങ്ങ് ഇടും. ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റൂല. അതെ, അത്തരത്തിലുള്ള വെയിലാണ്. ഇവിടത്തെ ചേച്ചിക്കാണെങ്കിൽ ഉണക്കക്കരുപാട് പോലെ ആവണം ഞങ്ങൾ, എന്നാലേ ചേച്ചി എടുക്കുള്ളൂ. ചേച്ചിയാണെങ്കിൽ ഏസിക്കകത്തങ്ങ് ഇരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ നമ്മുടെ കാര്യം. പിന്നെ പറയണ്ട, അവിടെ മാത്രമാണോ തീരുക? ഈ ചേച്ചി ഇതൊക്കെ അകത്തെടുത്ത് കൊണ്ടുവച്ചിട്ട് തേപ്പ് പൊട്ടി ചൂടാക്കിട്ട് നമ്മളെ നെഞ്ചത്തൂടി തേക്കും ചെയ്യും. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യം പറഞ്ഞ മനുഷ്യന്മാരല്ല ഏറ്റവും കൂടുതൽ തേപ്പ് വാങ്ങിക്കണത്, അതെ, നമ്മളാണ് ഏറ്റവും കൂടുതൽ തേപ്പ് വാങ്ങിക്കണത്. തേപ്പ് വാങ്ങിക്കാൻ വേണ്ടി ഒരു ജന്മം. അതെ, ഞാൻ ചോദിക്കട്ടെ, പാന്റ് കൊണ്ട് ഷർട്ട് കൊണ്ട് നമുക്കിടയിൽ വേറൊരുത്തനുണ്ടല്ലോ, അവനെവിടെ? പള്ളി ട്രൗസർ അല്ലേ? നിക്കറ്. അവനങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. അവൻ വാഷിംഗ് മെഷീൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൻ അലക്കുകല്ല് വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ അലക്കി എടുത്ത് പിഴിഞ്ഞ് ഉണക്കാടാൻ വരുമ്പോ നേരം വൈകും. അണ്ണാ ദോ പറഞ്ഞ നിക്കറ്. നോക്ക് 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 നോക്ക്. ഉള്ളിലെ സ്നേഹപ്രവാസത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല. വാ മോനെ വാ. എനിക്ക് ഇവനെ കാണുമ്പോ ചിരി പറഞ്ഞു. ഇതുവരെ വാഷിംഗ് മെഷീൻ അകം കണ്ടിട്ടില്ല. അത് മാത്രല്ല, അലക്ക് കല്ല് കിടന്ന് എടാ പാന്റെ ഷർട്ടേ, നീ എന്ന് എന്നെ കൂടുതൽ കളിയാക്കണ്ട. എന്നെ ഇട്ടതിന് ശേഷമാണ് നിന്നെയൊക്കെ ഇടുന്നത്. കൊണ്ടുകൊടുക്കുമ്പോ എന്നെ ഇട്ടില്ലെങ്കിലേ പലരുടെയും മാനം കാറ്റി പറക്കും. നല്ല മണം വരുന്നല്ലോ, എവിടെന്നാ മണം? അതെന്താന്നറിയാമോ? വാഷിംഗ് മെഷീനകത്ത് ഞങ്ങൾ ഇട്ടതിന് ശേഷം ഫാബ്രിക് കണ്ടീഷണർ എന്നൊരു സാധനമുണ്ട്, അത് ഇടുന്നത് തന്നെയാണ് മണം. നിങ്ങൾക്ക് മണം ഉണ്ടെങ്കിലേ എനിക്ക് നല്ല ഗുണമുണ്ട്, അറിയാവോ? ഒരുപാട് ഗുണമുണ്ട്, നമുക്ക് അറിയാമേ. നീ വേറെ കാലിലെ കാര്യം ഉണ്ടെങ്കിൽ പറ. എടാ പിന്നെ എടാ 2 വർഷത്തിന് ശേഷേ ഞാൻ എന്റെ ചേട്ടനെ കണ്ട്. ഇവിടെ വെച്ചടാ. ഞങ്ങളെ രണ്ടുപേരോടും കൂടെ ഒരുമിച്ചല്ലേ ഈ വീട്ടിൽ മേടിച്ചോണ്ട് വന്നു. എന്നെ അലമാരയിൽ മടക്കി വെച്ചിട്ടേ അയാളെ അങ്ങ് ഉപയോഗിക്കുമായിരുന്നു, അറിയാമോ? മാക്സിമം ഉപയോഗിക്കുമായിരുന്നു. ഞാൻ കാണുമ്പോ എന്റെ ചേട്ടന്റെ ദേഹത്ത് 36 ഓട്ട. പക്ഷെ എന്നാലും ഇവിടെ ഉള്ള ഒരു സ്നേഹം ഉള്ളതാ. എന്ത്? എന്റെ ചേട്ടനെ ഉപേക്ഷിച്ചിട്ട് അവനെ വെച്ചിട്ടാ ഇപ്പൊ സ്റ്റൗ തുടക്കുന്നേ. അവസാനം തറയിട്ട് ചവിട്ടും. അതെ, എനിക്കുണ്ടൊരു ചേട്ടൻ. ആരടാ? ജീൻസ്. ജീൻസ്. എന്തൊരു ജാടയാന്നല്ലേ പുള്ളിക്കാരന്. ആന്നേ,
അവന്റെ ജാടയെ പറ്റി പറയണം നല്ലത്. കാര്യം വർഷത്തിലൊരിക്കൽ അവനെ കഴിവുള്ളൂ. വർഷത്തിലൊരിക്കൽ വെയിലുണ്ടാ മതി. അത് മാത്രമല്ല സായിപ്പല്ലേ കണ്ടുപിടിച്ച അതിന്റെ ജാട അവനുണ്ട്. അതും മാത്രല്ല ഈ പേന്റൊക്കെ കീറിപ്പോയാൽ അതൊക്കെ അത് കളയും. പക്ഷെ അവനെങ്ങനെയാ, അവനെ കീറിയേ ഉപയോഗിക്കൂ. ഓ, fashion, fashion. അതല്ല പേഷ്. ഭയങ്കര പാഷൻ. എവിടെല്ലാം കീറാൻ പറ്റും അവിടെ എല്ലാം കീറി. ഓ അവ കീറിയ പാഷൻ വലിഞ്ഞ പാഷൻ എല്ലാം പാഷൻ തന്നെ. ഭയങ്കര പാഷൻ തന്നെ. വേറെ ഗ്യാസ് ഉണ്ട്. ആ ജീൻസ് എന്റെ അടുത്ത് പറയില്ലേ, ഞാൻ ജാട കാണിക്കുന്നിടത്ത് കാര്യമുണ്ടെന്നും അവന്റെ പേര് സിനിമയുണ്ടെന്നും. ഏത് സിനിമ? തമിഴില് ജീൻസ്. അവന്റെ പേരിലൊരു സിനിമയല്ലേ ഉള്ളു. എന്റെ പേരിലൊരു സ്ഥലമുണ്ട്. അതേ സ്ഥലം എറണാകുളം ചട്ടി. ഞെട്ടിയാ? ഞെട്ടിയാ? എല്ലാം പോട്ട് എന്റെ ചേട്ടന്റെ പേരിലൊരു രാജ്യമുണ്ട്. അതേത് രാജ്യം? ബെർമുഡ നിക്കറാഗുവേ. പക്ഷെ എന്നാലും എനിക്കൊരു വിഷമമുണ്ട്. എന്താടാ നിന്റെ വെച്ചമ്മം? അടുത്ത ജന്മമെങ്കിൽ എനിക്കൊരു ബെർമുഡ ആയിട്ട് ജനിക്കണോടാ. എന്താടാ ഈ വള്ളി നിക്കറ വിട്ടോണ്ട് മനുഷ്യൻ കൂടി പോയി ഒരു ചന്തയിൽ പോകും, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകും. ബെർമുഡ ഇട്ടോണ്ട് വിമാനത്തിൽ കയറാം, ബീച്ചിൽ പോവാം, ഷോപ്പിംഗ് മാളിൽ പോവാം, കറങ്ങാൻ പോവാം, തിയേറ്ററിൽ പോവാം. അതുകൊണ്ട് അടുത്ത ജന്മം എനിക്കൊരു ബെർമുഡയായിട്ട് മാറിയിട്ട് ഈ വള്ളി മാറ്റി ബെൽറ്റും കെട്ടി ജീവിക്കണം. അയ്യോ, ആരാടാ വീണത്? ആ സിൽക്ക് തുണി നിലത്ത് വീണെന്ന്. അവളെ വിചാരം സിൽക്ക് സ്മിതയെന്നാ. കാറ്റാങ്ങാനും അടിച്ചു കഴിഞ്ഞാ കിടന്നങ്ങ് ഇളവുക. അല്ല, അങ്ങനത്തെ മെറ്റീരിയൽ അല്ലേ, അവള് കിടന്ന് ഇളകും. അല്ല, നിങ്ങൾ അവളങ്ങനെ കുറ്റം പറയുന്നു വേണ്ട. നമ്മുടെ തുണികളുടെ കൂട്ടത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളത് സിൽക്ക് സാരിക്കാണ്. അതെങ്ങനെ? അതുകൊണ്ടല്ലേ അലമാര ഉറക്കുമ്പോൾ കാലി വന്ന് വീഴുന്നത്. അതെ, നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി വരണ്. ആ വെയിൽ ഇങ്ങ് വരണം നോക്കി. എന്റെ ദ്രവിച്ച വള്ളി ഇന്ന് പൊട്ടും. എന്റെ ഷർട്ടിന്റെ നൂല് വലിയണ്. അയ്യോ, എന്തൊരു വെയിലടാ, എന്തൊരു വെയില്. ഇതിനേക്കാളും വേറെ എണ്ണയിലിട്ടങ്ങ് വറുത്തെടുത്തൂടെ? നമ്മൾ പറയണ കേക്കില്ലേ നീ? നിങ്ങൾ പറയുന്ന കേൾക്കുന്നുണ്ട്, പക്ഷേ അതിനു മുമ്പേ ഞാൻ വേറൊരു സംഭവം കണ്ടോണ്ടിരിക്കുക. എന്താടാ അത്? ഒരു ചുരിദാർ. ചുരിദാറാ? എവിടെ? ഓ വരടാ കാറ്റത്താടി. എന്നാ പയ്യെ താത്തു വിടും ഇങ്ങോട്ട്. வணக்கம். ഉണക്കായിട്ടേക്കുവാണ് നമ്മൾ. അതില്ല, എല്ലാവർക്കും വണക്കം. തമിഴ്നാട്. തമിഴ് തമിഴ് ഏത് സ്ഥലം? என் ஊரு வந்து திருப்பூர். ഏത് ടെക്സ്റ്റൈൽസ്? அங்க பெருசா ஒரு பில்டிங் இருக்கு, ஏசி எல்லாம் இருக்காங்க அங்க. அதுக்கு பேரு வந்து டெக்ஸ் வேலி. அங்க இருந்தா என்ன இங்க கூட்டிட்டு வந்தாங்க. இப்ப உங்க ஸ்தலம் எங்க? ഞാൻ സോമൻ ടെക്സ്റ്റൈൽസ് ആനന്തറ. 3 നില മോളില് ഏസി, ഭയങ്കര തണുപ്പാണ്. ഏസി ഏസി. ചുമ്മാ ചുമ്മാ ഫുട്പാത്ത് ഫുട്പാത്ത് 3 ഫുട്പാത്ത്. அவர் என்ன சொல்றாங்க? അവര് വന്ന് ഇവിടെ, അവര് വന്നല്ലോ, അവരാണെങ്കിലേ ഇവിടത്തെ അപ്പുപ്പ ഇല്ലേ, സാറിന്റെ അച്ഛന്റെ പാന്റും ഷർട്ടുമാണ്. നൂലും വലിഞ്ഞ് ബട്ടൺസും പൊട്ടി കളറും പോയി. എന്നിട്ട് ഈ അശയിൽ ഇങ്ങനെ ആടി അലമ്പുവാ രണ്ടും കൂടെ. சரி சரி சரி. പിന്നെ നമ്മളോട് വാഷിംഗ് മെഷീന്റെ അകത്ത് കിടന്ന് കറങ്ങണ കണ്ടില്ലല്ലോ, അതെന്ത്? இல்ல, நான் புதுசா இங்க வந்திருக்கேன், அதனால மிஷின்ல போடக்கூடாதா, பக்கெட்ல வச்சுதான் என்ன துவைச்சு இங்க போட்டேன். എന്നെ അങ്ങനെയല്ല, എന്റെ മെഷീനിലിടില്ല, കൈവച്ച് മാത്രമേ അലക്കൂ. കൈവച്ച് മാത്രം. അച്ചക്ക് മോച്ചക്ക്, അച്ചക്ക് മോച്ചക്ക്, അച്ചക്ക് മോച്ചക്ക്. அவரு என்ன சொல்றாரு? அச்சக்க போச்சக்க அப்படின்னு. അത് സംഭവം എന്ന് പറഞ്ഞാൽ അവര് വന്ന്, പക്ഷെ എപ്പോഴും തമിഴ് ചെയ്യണല്ലോ അവര്. ഈ മറ്റേ വടിവേലു ഫാൻ അവര് താ ഈ അച്ചക്ക് പച്ചക്ക. நானும் அவரு ரொம்ப ஃபேன் தான். ரொம்ப சந்தோஷம். ஆனா ஒரு சின்ன பிரச்சனை இருக்கு. இங்க வந்ததுல ரொம்ப ஹாட்டா இருக்கு, உருகுது. ഉരുകിതേ മറുകിതേ ഒരേ പാർവയാലേ. അമ്പടാ ഞാൻ ഇവിടെ കിടക്കട്ടെ. நீங்க சூப்பரா பாடுறீங்க, எனக்கு ரொம்ப பிடிச்சிருக்கு. സൂപ്പർ പാടാ. ആണെങ്കിൽ എന്റെ സൂപ്പർ വേറെ പാട്ടുണ്ട്. பாடுங்க. പാടട്ടാ? ഞാൻ പാടട്ടാ?
ചുരിദാറേ പാർവതി ചേച്ചിയുടെ ചുരിദാറേ വെപ്പൻസും വെച്ച് രണ്ട് സൈഡും കീറി തമിഴ്നാട്ടിന്ന് പെണ്ണാണ് നീ, അങ്ങ് ദൂരെയുള്ള തമിഴ്നാട്ടിലെ പെണ്ണാണു നീ. സൂപ്പർ സൂപ്പർ. അയ്യോ വയ്യ ഇവിടെ കിടക്കട്ടാ. സൂപ്പറാ പാടുறீங்க நீங்க. കൊച്ചു പെമ്പിളറെ കാണുമ്പോ മാമന്മാരൊക്കെ അല്ലെങ്കിലും പാട്ട് വരും. നിങ്ങൾക്ക് 10-60 വയസ്സായില്ലേ മാമ? ഞാൻ പറയണേക്കണം, നിങ്ങൾക്ക് 10-60 വയസ്സായില്ലേ? നിങ്ങളെ ബട്ടൺസ് വരെ ദ്രവിച്ചു തുടങ്ങി. നിങ്ങൾ ഈ കിടന്ന് മോശത്തരം കാണിക്കേണ്ട വല്ല കാര്യമുണ്ടാ? ഇത്രയൊക്കെ ദ്രവിച്ചാലേ അകത്ത് ഡബിൾ സ്റ്റിച്ച് ആണ് കേട്ടോ. പൊടാ പൊടാ. കാറ്റ് ചെറിയ കാറ്റ് വന്നു. കാറ്റ് വീശുന്നില്ല, ரொம்ப அதிகமா வீசுது. பேசுதே പോലെ பேசுதே எனக்காத்து வீசுதே எச போல பேசுதே. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറ്റ് വന്നാ കൊള്ളാം. അവനോട് അധികം ചേർന്ന് നിക്കല്ലേ, കള്ളറളവ് ഫുട്പാത്താണ്, നീങ്ങുന്നില്ല. മഴ மழை வர போதா? ரொம்ப நாளாச்சு மழை பார்த்து. ஒரு சின்ன தூறல் போதும். അതോടെ കൊണ്ട് തേച്ച് വെക്കായി തോന്നണ്ട. നിങ്ങൾ പറഞ്ഞ ആ കൊച്ചൊരു തൂറാലെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇങ്ങനെ മോശത്തരമൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞല്ല, സത്യമായിട്ട് അങ്ങനെ പറഞ്ഞല്ല. ഈ ജഗദീഷ് സാറ് പറയൂലേ കാക്ക തൂറി എന്നാ തോന്നുന്നു, ആ തൂറലാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ തൂറലൊന്നും അല്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. അത് ബാഡ് ബാഡ്സ് ആണെങ്കിൽ ഞാൻ കൊച്ചിൻ്റെ മാപ്പ് പറയാം. ഐ ആം തൂറി, ഐ ആം സോറി. ആ കൊച്ചു ഒരു പ്രാവശ്യമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഇവിടെ ആയിട്ട് ലേലം വിളിക്കണം. മോളെ ഉഷേ, എടി മഴ വരുന്നടി, ആ തുണിയെല്ലാം എടുത്ത് അകത്തിട്. നമ്മളെ എന്നെ ഫാനിന്റെ മുമ്പ് ഇട്ടും എന്നെ കട്ടില്ലാതെയും കൊണ്ടുവരുന്നത്. എന്റെ മേശപ്പുറത്ത് മടക്കി വെക്കും. എന്നെ മണ്ടേ കിടക്കണേ. ഒരു സൈഡ് adjust ചെയ്ത് കിടക്കാം, കുഴപ്പമില്ല. എടി മോളെ ഉഷേ, എടി ബാക്കി തുണിയെല്ലാം എടുത്തോ. ആ പാളക്കര നിക്കറ മാത്രം എടുക്കണ്ട. അത് വെള്ളത്തിയിട്ടാ നനയത്തുമില്ല, കത്തിച്ചാ കത്തത്തുമില്ല. എടുത്ത് കളയണം പുല്ലിനെ. ചേർന്നോരങ്കണം നിൻ കണ്ണിനെന്തുത്സവം കണ്ണിത്തേനൂറും ചൊല്ലുണ്ടോ. എന്തൊക്കെയായിരുന്നു ആദ്യം ഇടണത്? അന്തസ് കാക്കണോ, മാനം കാക്കണോ? ഇപ്പൊ എന്താ മാനം നോക്കി നിക്കണം. നിക്കറേ പാടി കേഴുന്നുവോ പൂവും വിട ചൊല്ലുന്നുവോ നിന്റെ പുൽക്കൂട്ടിലെ കിളിക്കുഞ്ഞ്. എനിക്ക് സന്തോഷായടാ. എനിക്കറിയായിരുന്നു നിങ്ങൾ വരുമെന്ന്. നിങ്ങൾക്ക് എന്നെ അത്ര ഇഷ്ടാ? ഇഷ്ടം കൊണ്ടൊന്നും അല്ല, ആ കാറ്റത്തെ മഴ എങ്ങ് പോയി. അപ്പൊ അവിടുത്തെ ചേട്ടൻ പറഞ്ഞ് വീണ്ടും പോയി വെയിൽ കൊള്ളാൻ. അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്നതാണ് ഇവിടെ. വെയിലായാലും മഴയായാലും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് രസമല്ലേടാ? അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു കാറ്റും കൂടെ വന്നാൽ നല്ല രസമായിരിക്കും അല്ലേ? ഇനി ആ കാറ്റിന് വേണ്ടി കാത്തിരിക്കണം. എടി മോളെ ഉഷേ, കണ്ട ആശ പൊട്ടിയ ഇരണം കെട്ട തുണിയൊക്കെ താഴെ വീണടി. എല്ലാത്തിനൂടെ വാരി ബക്കറ്റിട്ട് ഒന്നും കൂടെ മുക്കി ഇങ്ങട്. അയ്യോ, ഇലിയും പൊടി തിന്നണോ?
കാടിന്റെ അറിവ് തന്ന ചേട്ടന്മാർക്ക് വേണ്ടി ആ ഞങ്ങൾ ഫ്ലോറിന്റെ ഉണർവ് കൊടുക്കാണ്, ഫ്ലോറിലെ കോമഡി കൊടുക്കാണ്. പറയടാ. അതിനായിട്ട് വരുന്നത് നമ്മുടെ അഞ്ജനയും സുബേഷും. ചേച്ചി എങ്കിൽ പിന്നെ ബാറ്ററി ഓൺ ആക്കിക്കോ. ബാറ്ററി ഓൺ ആയി ഗെറ്റും റെഡി. ഓങ്കാരം ശംഖിൽ ചേരുമ്പോൾ ഈറൻ മാറുന്ന വെൺമലരേ, ഓരോരോ നാളും മിന്നുമ്പോൾ താനേ നീറുന്ന പെൺമലരേ. ഒരു പാട്ട് പാടി തീർന്ന സമയം കൊണ്ട് ഇത്രയും പണിയെടുക്കുന്ന കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഈ വീട്ടിൽ കിടന്ന് എന്തോരം കഷ്ടപ്പെടുന്നെന്ന്. ശ്വേത ചേച്ചി, കെട്ടിക്കൊണ്ട് വന്നവൻ നേരെ ചൊവ്വയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? എടി ശ്രീവിദ്യ, എന്റെ കെട്ടിയോ വാഴയെ കയറാൻ വേണ്ടി നടക്കുന്നടി. വാഴ കയറാനാ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ അണ്ണാന്റെ പെണ്ണും പിള്ളേന്ന്. അണ്ണാ പോകുമ്പോ പിടിച്ചിട്ടോണ്ട് പൊക്കളയല്ലേ. ഫിഗർ മാത്രമേ ഉള്ളു കറക്റ്റ്, വർക്കിംഗ് സിസ്റ്റം ഫുള്ള് വേറെയാണ്. എന്റെ അഖിലെ നിനക്കറിയാമോടാ, എന്റെ കെട്ടിയോൻ കുഞ്ഞാറ്റ വാഴ 3 കയറണോന്നും പറഞ്ഞ് റീൽസും ചെയ്ത് ഒരു പണിക്കും പോകാൻ നടക്കുന്നില്ല. എന്റെ ഒരു തലയിലെഴുത്ത്. നിങ്ങൾക്ക് എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്നെ ഒരു ഇച്ചിരി നേരം വലയെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അണലിയായിട്ട് സങ്കല്പിക്കണം. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടല്ലോ, ഇതിനെല്ലാം കാരണം എന്റെ ഒരു കെട്ടിയോനാ. അങ്ങേരെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, ഞാൻ അങ്ങേരെ ഇങ്ങനെ എടുത്ത് ഇവിടെ വെച്ചിങ്ങനെ അലക്കി 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 പിഴിഞ്ഞു കൊടയും ഞാൻ. നീരാടും നേരം പൂക്കണ്ണുമായി നിൽക്കുന്നുവോ തീരത്തെ മന്ദാരം. കുഞ്ഞാറ്റെ, എന്തോന്നിത്? എന്തൊരു പൊയ്ക ഇത്. നാണ്ടാ കുഞ്ഞാറ്റെ, നിങ്ങൾ രാവിലെ എന്തൊരു കൂന്ത കാണിക്കുന്നത്? ഇതെന്റെ പുതിയ കണ്ടന്റ് ആണ്. എന്തോന്ന്? കുഞ്ഞാറ്റയും ഏട്ടത്തെയും. എന്നിട്ട് ഇവിടെ ഏട്ടത്തി മാത്രമേ ഉള്ളല്ലോ, കുഞ്ഞാറ്റ എവിടെ പോയി? ഈ ഏട്ടായി ഒന്ന് മൊത്തത്തിൽ എന്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു. നിങ്ങൾ രാവിലെ എന്തിനു മനുഷ്യ ഈ കിണറ്റിനകത്ത് എടുത്ത് ആടിയത്? നീ എന്തിനാണ് ഈ രാവിലെ എന്റെ ഷർട്ട് എടുത്ത് കണക്കിനകത്ത് ഇട്ടത്? അതുകൊണ്ട് ആ ഷർട്ടിന്റെ അകത്ത് ഞാനുണ്ടായിരുന്നു. എന്റെ ദൈവമേ, മാതല്ല അഖിലേ, കിണറ്റിനകത്തുനിന്ന് പ്ലും എന്നൊന്ന് കേൾക്കുന്നതിന് പകരം ബ്ലും എന്ന് കേട്ടത്. അന്നേരേ ഞാൻ ഓർത്ത്, എന്നാ നിങ്ങൾ വീണതോ വീണ്, നിങ്ങൾക്ക് ഇങ്ങനെ കയറി പോന്നുകൂടായിരുന്നോ? ഞാൻ ആ കിണറ്റിന്റെ അകത്ത് കിടന്ന് കണ്ടന്റ് തപ്പുമായിരുന്നു. കണ്ടന്റ് കിണറ്റിൽ കിടക്കുന്ന പിന്നെ നിങ്ങൾ കണ്ടെത്തി തപ്പാൻ പോയ എന്തിനു മനുഷ്യ? തപ്പുമല്ലായിരുന്നു, കണ്ടന്റ് കണ്ടന്റ്. എന്നിട്ട് കിട്ടിയാ കണ്ടന്റ്? ഇല്ല, ഉള്ള കണ്ടന്റ് നനഞ്ഞ്. നനയും. എങ്ങനെ നനയാതിരിക്കും? നിങ്ങൾ ഒരു പണിക്കും പാതി ഇങ്ങനെ റീലും ചെയ്ത് നടന്നോ? ഇടി ഞങ്ങൾ റീൽസ് എടുക്കുന്നവരെ കുറ്റം പറയല്ലേ. എടി, നമ്മുടെ വാഴ 2 റീൽസിലൂടെയാണ് കേറി പിള്ളേർ നായകന്മാരായത്. ഞാൻ വാഴ 3 കേറിയിട്ട് വാഴ 3 കുഞ്ഞാറ്റ തൂക്കും. ആദ്യം ചൂലെടുത്ത് ഇവിടെ ഒന്ന് തൂക്ക്. താണ്ടെ ഞാനിവിടെ കിടന്ന് നിങ്ങളുടെ ഈ ഷർട്ടും മുണ്ടും എല്ലാം അലക്കി തേച്ച് തരുന്ന്, നിങ്ങൾ അതിട്ട് റീലും ചെയ്ത് കിടക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? ആര് പറഞ്ഞ് പ്രയോജനമില്ലെന്ന്? എടി, അതുകൊണ്ടല്ലേ എന്റെ വീഡിയോയുടെ താഴെ കോസ്റ്റ്യൂം കർട്ടസി ഇപ്പം ശാന്തമാന്ന് എഴുതി വെച്ചേക്കുന്നത്. ഞാൻ ഇരിക്കുന്നു. ഇങ്ങേർക്ക് ഓരോന്ന് എഴുതി വെച്ചാ മതി. ഓരോരുത്തന്മാർ അതിന്റെ താഴെ വന്നിടുന്ന കമന്റ് കാണണം. ശാന്തമ്മ ചേച്ചി, ചേച്ചിയുടെ കർട്ടസി അല്ല ഞാൻ. അങ്ങനെ കമന്റ് ഇടുന്നവനെ എനിക്കൊന്ന് കാണണമല്ലോ. ആഹാ, നിങ്ങൾക്ക് കമന്റ് ഇടുന്നവരെ കണ്ടാ മതി. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. ആര് പറഞ്ഞു? നീ എന്റെ മുത്തല്ലേ? എന്നിട്ട് നാട്ടുകാർ അതല്ലല്ലോ പറയുന്നേ. നിങ്ങൾ മുത്തും, ഞാനത് കോർക്കുന്ന സൂചിയാണ്. ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാർ സത്യം പറയാറുണ്ട്. നാട്ടുകാർ അങ്ങനെ പറയട്ടെ. എനിക്ക് ഒരു തൊട്ടി വെള്ളം കോരിത്തരാൻ ഇവിടെ ആരുണ്ട്? ഞാൻ അല്ലാതെ പിന്നെ ആര്? അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ലൊരു ചുരിദാർ ആര് വാങ്ങിച്ചു തരും? ഞാൻ അല്ലാതെ പിന്നെ ആര്? അങ്ങനെയാണെങ്കിൽ ജലജയം കൊണ്ട് സിനിമയ്ക്ക് പോയത് ആര്? ഞാൻ അല്ലാതെ പിന്നെ ആര്? എനിക്കറിയാടോ, എനിക്കറിയാം. ചുമ്മാതല്ല നിങ്ങൾ പാദയാത്ര ആ ജലജയുടെ പറമ്പിൽ കിടന്ന് നിരങ്ങുന്നത്. അയ്യോ, അത് നിറങ്ങിയതല്ലടി. ഞാൻ ഒരു കൊളാബ് ചെയ്യാൻ പോയതാ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി. ആ വന്ന നാളിലെങ്ങാണ്ട് ഇങ്ങനെ എന്റെ കൂടെ ഒരു കൊളാബ് ചെയ്തതല്ലാതെ പിന്നെ ഇന്ന് വരെ ഈ മനുഷ്യൻ എന്റെ കൂടെ ഒരു കൊളാബ് നിന്നോടെ കൊളാബ് ചെയ്യുമ്പോ എനിക്ക് റീച്ച് ഇല്ല. ഭയങ്കര റീച്ചാ. ഞാൻ ഉടനെ ഒരു 1 മില്യൺ കേറും. ആ കാല് ഞാൻ
ഉറപ്പായിട്ടും നിങ്ങൾ അവളുടെ കൂടെ 1 മില്യൺ അടിക്കാൻ പോകുമ്പോ നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ 2 മില്യൺ ഉള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഫോണൊന്നും ഇല്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എടി പിന്നെ നീ വന്നേ. എടി ഇന്നലെ രാത്രി ഞാൻ കവലേന്ന് വരുമ്പോളേ എടി ഒരുത്തൻ എന്നെ ടൂണിട്ട് പഴമെന്ന് വിളിച്ചടി. ഏത് പേത്തലേനാടാ അത്? ഇങ്ങനെ ട്യൂണില്ലാതെ കെട്ടാത്തന്റെ അതിവിടെ ഒരു പഴമാണ്. അതല്ലെന്ന് ടൂണിട്ട് പഴമെന്ന് വിളിച്ചെന്ന്. ട്യൂണിട്ട് പഴമെന്ന് വിളിച്ചോ? എങ്ങനെ മനസ്സിലായില്ലേ? ഏ ബനാനെ ഒരു പൂ തരാമോ, ഏ ബനാനെ ഒരു കായ് തരാമോ. നിങ്ങൾ അവന് കൊടുത്തോന്നാ? പൂവും കായും കൂവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങള് കണ്ടവന് കൊടുത്തോണ്ട് നടന്നോ? നിനക്കൊക്കെ അറിയാമോ ഞാനും എന്റെ മക്കളും എങ്ങനെ ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നത്? അതെനിക്കറിയാം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് അങ്ങനാന്നോ കുഞ്ഞേറ്റ ഞാൻ ആഹാരം കഴിക്കുന്നേ? നീയാണ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുവേ. നിങ്ങൾ എന്നെ കളിയാക്കിക്കൊണ്ട് നടന്നു. ഇങ്ങേര് കൊളാബെന്നും പറഞ്ഞ് ഇവിടുന്ന് പോകുമ്പോ ഇങ്ങേര് ഇളയ ചെറുക്കനുണ്ടല്ലേ, അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയും. അങ്ങനാണെങ്കിലേ എന്റെ ഒരു കോമഡി റീൽ എടുത്ത് അവനെ കാണിച്ചാ പോരേടി. ഞാൻ കാണിച്ചു കൊടുത്തു ചേച്ചി. ചുമ്മാ ചിണുങ്ങി കരഞ്ഞോണ്ടിരുന്ന ചെറുക്കനാ ഇപ്പൊ നെഞ്ചത്തടിച്ച് ഇവിടെ കിടന്ന് വിളിക്കുവാ. അല്ലേ നീയൊക്കെ എനിക്കൊരു ശല്യമായിപ്പോ. എന്തോ നിങ്ങൾ പറഞ്ഞേ? നീ ഒരു ശല്യമാണെന്ന്. ഞാനും എന്റെ മക്കളും ഇപ്പൊ ഇങ്ങനെ ശല്യമാണ്. ഇങ്ങനെ കെട്ടുന്നതിന് മുമ്പ് എന്നോട് എന്തോ പറഞ്ഞറിയാവോ? നിന്നെ ഞാനങ്ങ് ഉയരങ്ങളിലെത്തിക്കും. ആ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് കേട്ടാ. ശരിയാ. ഇവിടെ വർഷം വെള്ളപ്പൊക്കം വരുമ്പോ ഞാനും എന്റെ മക്കളും ഈ പെരപ്പുറത്താകും. അത് മാത്രോ, ഞാൻ പഠിക്കാൻ പോകുമ്പോ ഇങ്ങനെ ഒരു പ്രത്യേകതര ശബ്ദം ഉണ്ടാക്കി എന്റെ പുറകെ വരുകയെന്ന് ചേച്ചി എന്നെ വളയ്ക്കാൻ. അയ്യോ, ഒരു പ്രത്യേകതരം സൗണ്ട് അല്ല, ഞാൻ നനഞ്ഞ വള്ളിച്ചെരുപ്പിട്ടിട്ട് നടന്നു വന്ന. അതായിരുന്നോ? ഞാൻ വിചാരിച്ചു എന്നെ ആകർഷിക്കാൻ വേണ്ടി ശബ്ദം ഉണ്ടാക്കുന്നതാണ്. ആകർഷിക്കാൻ പറ്റിയ ഞാൻ ഒന്ന് പറയും. എടി നിങ്ങളോട് സംസാരിച്ച് സമയം കളയാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ റീൽസ് ചെയ്ത് ബിമിന്ദാ സാറിന് അയച്ചു കൊടുത്തിട്ട് എങ്ങനെയും വാഴ 3 കേറും. എന്റെ കിണപിടിച്ച മനുഷ്യ, അതിന് റീൽസ് മാത്രം ചെയ്താ പോരാ, ഇമോഷനുള്ള അഭിനയ സാധ്യതയുള്ള എന്തെങ്കിലും ഒക്കെ കണ്ടന്റുകൾ അങ്ങോട്ട് ചെയ്യണം. അയ്യോ, അതിനിപ്പോ ഞാൻ എന്തിനും? ഇപ്പൊ ഞാനൊരു സന്ദർഭം തരാം, നിങ്ങൾ അഭിനയിച്ച് കാണിക്കാവോ? റീൽസ് കിങ് ആണ് ഞാൻ, അഭിനയിച്ച് തകർത്തിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെൻഷൻ വാങ്ങിക്കുന്ന മുത്തച്ഛനില്ലേ, ആ മുത്തച്ഛൻ പനി പിടിച്ച് വിറച്ച് ചുമച്ച് കൊരച്ച് കുരുങ്ങി ചാവാ കിടക്കുന്നു. അതിന്റെ റിയാക്ഷൻ ഒന്ന് കാണിച്ച്. മുത്തച്ഛൻ കെട്ടുകാഴ്ചക്ക് പോയെന്നല്ല, ചാവാ കിടക്കുന്നാ ഞാൻ പറഞ്ഞ, അത് കാണിക്ക്. ആ കിളവൻ എങ്ങനെ കിടന്നാലും എനിക്ക് ഈ എക്സ്പ്രഷൻ ഒക്കെ വരുള്ളൂ. കാണിക്കണം. അപ്പൊ ഞാൻ അഭിനയിക്കാം. ആര് വീഡിയോ എടുക്കും? ഞാൻ എടുക്കുവോ? ഓക്കെ അല്ലേ? ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആ കണ്ണീർ പുഴയിൽ ഞാനങ്ങ് ഒലിച്ചു. മര്യാദയ്ക്ക് വീഡിയോ എടുത്തോളാം. മുത്തച്ഛൻ എന്ത് പറ്റി? എത്ര പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ കണ്ണി എന്തോന്ന് കുരുവോ? മുത്തച്ഛൻ ചാവാ കിടക്കുന്ന മുത്തച്ഛന്റെ പൂമ്പാറ്റ വന്നിരിക്കുന്നു. കുഞ്ഞാറ്റ മുത്തച്ഛ, എന്റെ മുത്തച്ഛ. എന്റെ കുഞ്ഞാറ്റ കരയല്ലേ, എന്റെ കുഞ്ഞാറ്റ കരയല്ലേ, എന്റെ കുഞ്ഞാറ്റ കരഞ്ഞ എനിക്ക് വിഷമോ. എന്റെ കുഞ്ഞാറ്റക്ക് മുത്തച്ഛനോട് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. സ്നേഹം കൊണ്ടല്ല, ബൂട്ടിൽ കമ്പ് കുത്തി കയറിയ ഫ്രീയാണെങ്കിൽ ഒന്ന് കുതിത്താടി. നിങ്ങളുടെ ഫോണിനകത്ത് ആരാണ്ട് വിളിക്കുന്ന മനുഷ്യ. അയ്യോ, മൂട്ടിക്കമ്പ് കയറിയാലോ അറിഞ്ഞോടി. ലൈവ് പോയി കാണും. ഹലോ ഹലോ, സത്യമാണോ? അയ്യോ സാർ അങ്ങനെ പറയല്ലേ. ഹലോ, എന്താ കുഞ്ഞാറ്റെ? മൂട്ടിൽ കമ്പ് കയറിയേക്കാളും വേദനയുണ്ട് ഇപ്പൊ എനിക്ക്. എന്താ ക്രീം ബിസ്ക്കറ്റിന്റെ വില കൂടിയോ? സാർ സംഘം എന്നെ ചതിച്ചു. എന്ത് പറ്റി? രാത്രിയിൽ പ്രധാന കഥാപാത്രം 4 സ്ത്രീകളാണെന്ന്. ആഹാ, അങ്ങനാണോ? നിങ്ങൾ ആ ഫോണിങ് എടുത്തേ. അതിലൊരു കഥാപാത്രം ഞാനായാലെന്താ പുളിക്കുവോ? ഇനി തൊട്ട് കുഞ്ഞാറ്റ തുണി അലക്കും, ഞാൻ റീൽ ചെയ്യും.
നൈസ്. കാത്തിരുന്ന ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഈ ഒരു കോമ്പിനേഷൻ. ഇടയ്ക്ക് ഒരിക്കൽ ഒരു സ്കിറ്റ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇതെങ്ങനെ സ്ഥിരമാക്കിക്കോ എന്നുള്ളത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എന്നത്തെ പോലെ ഇത്തവണയും ഇവർ ഞങ്ങളെ ചിരിപ്പിച്ചു. ഷുട്ടുവിന്റെ ആ കൗണ്ടർ ഇട്ടിട്ട് അഞ്ജനയ്ക്ക് ചിരി വന്നോ ചെയ്തോണ്ടിരുന്നപ്പോ ആ റീച്ചിന്റെ കാര്യം പറഞ്ഞ മുഖത്തൊരു ചിരി കണ്ടായിരുന്നു. അഞ്ജന ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സുബീഷ് നിനക്ക് പേര് തെറ്റിയതല്ലടാ പൂമ്പാറ്റേത്. പൂമ്പാറ്റേന്ന് പറഞ്ഞിട്ട് അല്ല യഥാർത്ഥത്തിൽ തെറ്റി. അല്ല പക്ഷെ ഡാൻസ് രണ്ടുപേരും നന്നായി ചെയ്തു. ആൻഡ് സുബീഷിന്റെ ഡാൻസ് പിന്നെ നമ്മൾ ഓൾറെഡി എന്ത് ഫ്ലെക്സിബിൾ ആണ്, നന്നായി ചെയ്തു. ചേച്ചി ഇത് കഴിഞ്ഞിട്ട് വരെ കൊണ്ട് കൊച്ചു കുഞ്ഞിന്റെ അച്ഛനൊരു ഒരു റൗണ്ട് ഇങ്ങനെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് വഷളാക്കല്ലേ. കൊച്ചു കുഞ്ഞിന്റെ അച്ഛൻ ഇന്നൊരു കച്ച വാങ്ങാൻ പോവും. അടിപൊളിയായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടീമിനൊന്നും പറയാനില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന് ഞങ്ങൾ തന്നെ എന്തിനാണ് തള്ളുന്നത്? ഞങ്ങൾക്കറിയാം ഇവർ അടിപൊളിയാണ്, എല്ലാരും ചിരിക്കണം, നമ്മൾ കണ്ടു, നമുക്ക് സന്തോഷം, ഞങ്ങൾക്ക് ബാറ്ററി കാണണം. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് മൗനം വിദ്വാനുഭൂഷണം. എന്തേട്ടാ അതിന്റെ മലയാളം എന്ന് പറഞ്ഞേട്ടാ? ഇടയ്ക്ക് നമ്മൾ സംസാരിക്കില്ലെന്ന്, നമ്മൾ ഭയങ്കര അറിവുള്ളവരാണെന്ന്. അതുകൊണ്ട് അർജുൻ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. അറിവുള്ളവർ നീ തന്നെ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു കാര്യം നീ എന്തേലും പറഞ്ഞിട്ട് അർജുൻ 2.3 എന്നൊക്കെ എഴുതിയിരിക്കണ അതില്ല. ബാക്ക് ടു ബാറ്ററി. അതെ, അതായിരിക്കും സേഫ്. നമുക്ക് അതിൽ ബാറ്ററി നോക്കോളൂ. ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. Superb. 24,000 rupees ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ ശ്വേത ചേച്ചി പൈസ ഇട്ട് കൊടുത്തോളൂ. അപ്പൊ എങ്ങനെയാണെങ്കില് നേരത്തെ പറഞ്ഞാലോ ആ പാട്ടിന് ഡാൻസ് ഉണ്ടോ അതോ നമുക്ക് ബ്രേക്ക് എടുക്കണോ? എങ്ങനെയാണ് ഡാൻസ് ഉണ്ടല്ലോ അത് പറഞ്ഞ് നമുക്ക് ബ്രേക്ക് എടുക്കാം. അതെ, പാട്ട് വരട്ടെ, ഡാൻസ് കളിക്കട്ടെ. ആരും അവരവിടെ കളിക്കുമ്പോ വെറുതെ ഇവിടെ എണീറ്റ് ഡാൻസ് കളിക്കില്ല, അത് മോശമാണ്. ഞങ്ങൾക്ക് വിരുന്നൊരുക്കൂ. അല്ല വിരുന്നിപ്പോ ഒരുക്കി തരാം, കഴിക്കാൻ തയ്യാറായിട്ടിരുന്നോ? നമ്മളെ ഇവരെ രണ്ടുപേരുടെ പേര് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളും തിങ്കളാഴ്ച ദിവസവും നമ്മൾ മാസിക വാരിക കാത്തിരിക്കുന്ന പോലെ അങ്ങനെ കാത്തിരിക്കുന്ന രണ്ടുപേരാണ്. കാരണം അങ്ങനത്തെ പെർഫോമൻസ് ആണ് അവര്. പേര് പറയണോ? മൃദുല പറ, നിങ്ങൾ കയ്യടി. ഷജീർ ആൻഡ് വിഷ്ണുപ്രിയ. ചേച്ചി ബാറ്ററി ഓൺ ആക്കിയാലേ നമുക്ക് ഇവിടെ ബാറ്ററി ഓൺ ഇനി പരിപാടി നടക്കും. ഹലോ, അതെ, ഡോക്ടർ പ്രിയ തന്നെയാണ്. നിങ്ങൾക്ക് മുടി കുറവാണെങ്കിൽ ഞാൻ അത് മാറ്റിത്തരാം. നിങ്ങൾക്ക് കൺപീല് കുറവാണെങ്കിൽ ഞാൻ അത് മാറ്റിത്തരാം. എന്ത് വേണമെങ്കിലും ഞാൻ മാറ്റിത്തരാം. അതെ, എന്റെ ഭാര്യനെ മാറ്റിത്തരോ? നീ ഇത് ചെന്ന് നിന്റെ ഭാര്യനോട് പറ. അപ്പൊ അവര് നിന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റിത്തരും. എന്നിട്ട് മാറിയില്ലെങ്കിൽ നീ എന്റെ അടുത്ത് വാ. അപ്പൊ ഞാൻ നിന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റിത്തരാം. വെച്ചിട്ട് പോടാ അവിടുന്ന്. ഹലോ, എല്ലാരും ഉണ്ടല്ലോ. അതെ, ചുണ്ടിന് കണ്ണിന് എന്തെങ്കിലും സൗന്ദര്യ കുറവൊക്കെ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നാൽ മതി. ഞാൻ സർജറി ചെയ്ത് തരാം. ഞാൻ സർജറി ചെയ്ത് ഒരുപാട് സുന്ദരന്മാർ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നുണ്ടേ. ഹലോ ചേട്ടൻ, എന്തിനു ചേട്ടൻ ഇങ്ങനെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കണേ? കൊച്ചിന്റെ കാര്യങ്ങൾ ചേട്ടൻ നോക്കിയ എന്താ? ഞാൻ തന്നെ പറഞ്ഞോ? അത് കൊള്ളാം. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി. ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ അടുത്ത് സീരിയസ് ആയിട്ടൊരു കണ്ടന്റ് പറയാൻ വന്നതാ. അപ്പൊ ഇവിടെ ഒരു കോമഡി കണ്ടന്റ് വന്നേക്കണം. ഞാൻ ഇപ്പൊ വിളിക്കാവേ. ധാരാളം ചാമ്പങ്ങ കടിച്ചു പിടിച്ചു വന്നേക്കണത്. പിന്നെ കണ്ടിട്ട് ചുണ്ടൻ വെള്ളം പോലെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു സംശയം ഉണ്ടല്ലേ? നിങ്ങൾ എല്ലാവരും ഒരു കാര്യം കേൾക്കണേ. എന്റെ കല്യാണത്തിന്റെ ആവശ്യമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നതാണ്. വേറൊന്നുമില്ല, ഇവിടെ കുറച്ച് മുടി ഫിക്സ് ചെയ്യണം. പിന്നെ എനിക്ക് ബട്ടക്സ് ഇച്ചിരി കുറവുണ്ട്, അപ്പൊ കുറച്ച് ബട്ടക്സ് വെക്കണം എന്ന് പറഞ്ഞു വന്നതാണ്. ഇപ്പൊ കാണിച്ചിട്ടുണ്ടാ, ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇനി വേറെ കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഇതെന്താ ഈ ചുണ്ടില് കാണിച്ചു വെച്ചേക്കണത്? ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്?
സുനിൽ ഷെട്ടിയെ പോലെ എന്റെ ചുണ്ടിരിക്കണം എന്ന് പറഞ്ഞോ? അതിനിപ്പോ എന്താ കുഴപ്പമെന്തോ? ഇതിപ്പോ സുനിൽ ഷെട്ടിയുടെ ഷട്ടിയല്ല, ഇത് വേറെ ആരോ ഷട്ടി പോലെ ഇരിക്കുകയാണ് ഈ സാധനം. അതെ, താൻ എന്നോട് പറഞ്ഞെന്താ 50% ഓഫർ വേണമെന്ന് പറഞ്ഞാ? 50% എന്ന് പറഞ്ഞാൽ പകുതി ഓഫർ എന്നാ. ഇപ്പൊ എല്ലാം കറക്റ്റ് ആയില്ലേ? എടാ ഞാൻ സെറ്റ് ചെയ്ത് തരാടോ. എടാ മര്യാദക്ക് സിറ്റിംഗ് പറ്റില്ല, പിന്നെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ഞാൻ ഇത് എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് ശരിയാക്കി തന്നേ പറ്റുള്ളൂ. എന്റെ സ്വഭാവം അറിയാൻ പാടില്ല. താൻ എത്ര രൂപ തന്നിട്ടാണ് ചെയ്തത്? 75,000 രൂപ കെട്ടിവെച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. എന്നിട്ട് ഇപ്പോഴും പകുതിയാണ് ചെയ്തു വെച്ചിട്ടുള്ളൂ. പിന്നെ കോടികൾ മുടക്കിയ പാലാരിവട്ടം പാലം ഇപ്പോഴും പകുതി കിടക്കുക. അതിനൊരു കുഴപ്പമില്ല. പാലാരിവട്ടം പാലവും എന്റെ ചന്തിയും തമ്മിൽ കോമ്പയർ ചെയ്യല്ലേ? മെഗാ ഷോയ്ക്ക് പോണം. അല്ലെന്ന് കമ്പയർ ചെയ്യലെന്ന്. ഒരു കാര്യം അറിയാവോ, നാളെ എന്റെ കല്യാണമാണ്. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും എന്റെ പെണ്ണും കൂടെ മൂട് പൊങ്ങിയ ഒരു ബൈക്കിലെ യാത്ര പോകാനാണ്. ഈ മൂടില്ലാത്ത ഞാൻ മൂടുമായിട്ട് ഈ മൂട് പൊങ്ങിയ വണ്ടിയിൽ എങ്ങനെ പോകും? അത് ശരിയാ, അത് കണ്ടൊരു മൂടുണ്ടാവൂല. അതാ പറഞ്ഞത്. ഞാനൊരു വഴി പറഞ്ഞിരട്ടെ, ഞാൻ ഒരു കൊരണ്ടിപ്പലക സെറ്റ് ചെയ്ത് തരാം. അതാകുമ്പോ അതിലങ്ങ് ഇരുന്നങ്ങ് പോയാ മതി. എന്നാ വേറൊരു കാര്യം കൂടി ചെയ്യും, ഈ പലകയുടെ അറ്റത്തെ ഒരു നാക്കും കൂടി വെക്കും. അതെന്തിനാ? അല്ല, ഞാൻ ഈ മൂടുമായിട്ട് പോവാണല്ലോ, അപ്പൊ എന്റെ ഭാര്യ പുറകെ ഇരുന്നിട്ട് തേങ്ങ ചെലവി തരും. അപ്പൊ എന്റെ ഈ പറഞ്ഞ സർജറി ചെയ്യാൻ വന്നവർക്ക് ഒരു ഓഫറും കൊടുക്കാം. ഇവിടെ സർജറി ചെയ്ത ചെലവ് ഫ്രീ. ഞാൻ ഒരു കാര്യം പറയാം, ഇത് കണ്ടോ, എന്റെ ചുണ്ട് തള്ളി നിൽക്കുകയാണ്. ഇവിടെ തള്ളിയിട്ടില്ല, ഇവിടെ തള്ളി നിൽക്കുന്നു. കല്യാണത്തിന് വീട്ടിൽ ആളുകൾ വരുമ്പോ ഞാൻ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ ചുണ്ട് കുറച്ച് മുറിച്ചിട്ട് ഇവിടെ അങ്ങ് സെറ്റ് ചെയ്ത് സർജറി ചെയ്ത് തരാം. ഒരു സംശയം ചോദിച്ചോട്ടെ, അപ്പൊ ഈ കല്യാണത്തിൽ വരുന്ന ആളുകളെ നോക്കിട്ടേ ഞാൻ ഇങ്ങനെ ചിരിക്കണോ ഇങ്ങനെ ചിരിക്കണോ? എനിക്കൊരു കാര്യം പറയുന്നുണ്ട്, നാളെ എന്റെ ആദ്യ രാത്രിയാ. ഈ ആദ്യ രാത്രി എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല. അപ്പൊ ഇതൊന്നും അറിയാൻ പാടില്ലാണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എടോ എന്നോട് ചോദിക്കല്ലേട്ട്, എനിക്കിതൊക്കെ കേൾക്കുമ്പോ അപ്പൊ തന്നെ നാണം വരും. അതല്ല ഞാൻ പറഞ്ഞത്, ഈ ആദ്യ രാത്രിയിലെ അവൾ എന്നോട് ചോദിക്കൂലേ, ചേട്ടാ ഇതെന്താ സംഭവം എന്ന്. ഞാൻ എന്ത് പറയാ അവരുടെ അടുത്ത്? ഗിഫ്റ്റ് കിട്ടിയാന്ന് പറയണം. ആരെങ്കിലും ഇതൊക്കെ ഗിഫ്റ്റ് തരുമോടോ? മറ്റേ ലൗചിനത്തിലുള്ള തലോണിയൊക്കെ ഇല്ലേ, അതുപോലെ ഒരു ഗിഫ്റ്റാന്നങ്ങ് പറഞ്ഞാ മതി. എന്റെ ചുണ്ടിനോടായിരുന്നു അവൾക്ക് പ്രണയം. ഈ ചുണ്ടും വെച്ച് ഞാൻ അവൾ എങ്ങനെ കാണൂ? ചിരിക്കുന്നേ ചിരിച്ചല്ല, ഞാൻ കരഞ്ഞാണ്. മോണാക്ട് കഴിഞ്ഞാ? മോണാക്ടാ അല്ലെ മോണ കൊണ്ടുള്ള ആക്ട് കഴിഞ്ഞാ? ഞാനിപ്പോ ചിരിച്ചാണ്ടല്ലോ ആളുകൾ പറയും കരയാണെന്ന്. കരഞ്ഞു കഴിഞ്ഞ ആളുകൾ പറയും ചിരിക്കാണെന്ന്. എനിക്കറിയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇള കാണുമ്പോ ഓർമ്മ എന്താന്നറിയോ, ഏതൊരു മേക്കപ്പ് റൂം തല്ലി പൊട്ടിച്ചിട്ടേക്കണ്. വേറൊരു കാര്യം പറയട്ടെ, ഇന്ന് കുറച്ച് കഴിയുമ്പോഴേ എനിക്ക് സേവ് ദ ഡേറ്റിന്റെ ഷൂട്ട് ഉള്ളതാണ്. ഞാൻ കുറെ പാട്ടും പഠിച്ചു വെച്ചു, കുറെ ഡാൻസും പഠിച്ചു വെച്ചു. ഇതൊക്കെ വെച്ച് ഞാൻ എങ്ങനെ പോകുന്ന ആലോചിക്കണം. ഏത് പാട്ടാ ചെയ്യാൻ പോണേ? ശിശിരകാലമേന്തി വന്നൊരു ദിപരാധമോ അതോ ഇതല്ല അതോ. എനിക്കുണ്ടല്ല, നിങ്ങക്ക് പറ്റിയ വൈറലാവാൻ പറ്റിയൊരു പാട്ട് എന്റെ കയ്യിലുണ്ട്. അതേത് പാട്ടാ? ഞാൻ താനൊന്ന് നടന്നേ, ഞാൻ പറഞ്ഞുതരാം. മുട്ടോളം കേറിയല്ലോ ചോടനുറുമ്പ്, തൂത്തിട്ടും തൂത്തിട്ടും പോവുന്നില്ല, തട്ടിയിട്ടും മുട്ടിയിട്ടും പോവുന്നില്ല. തട്ടിട്ട് മുട്ടിട്ട് മാത്രല്ല, ഭിത്തിയിലിട്ട് ഉറച്ചിട്ടും പോണില്ല. സാൻഡ് പേപ്പർ ഇട്ടൊന്ന് പിടിച്ചു നോക്കായിരുന്നില്ല? അതൊക്കെ ഞാൻ കൊറേ പ്രയോഗിച്ചു നോക്കിയതാണ്. എനിക്ക് എങ്ങനെങ്കിലും എന്റെ കാര്യങ്ങളൊന്നും നടന്നേച്ചാ മതി. എന്റെ കല്യാണം കഴിഞ്ഞ് അവള് വീട്ടിൽ വരുമ്പോ ഞാൻ ഇത് വെച്ച് എങ്ങനെ ഇരിക്കും എനിക്ക് അറിയാൻ പാടില്ലേ. ദൈവമേ, ഞാൻ കാര്യം ചോദിച്ചോട്ടെ, സ്ത്രീധനം വല്ലതും കിട്ടുമോ എനിക്ക്? സ്ത്രീധനം കിട്ടുമെന്നാ? ഇരുന്നുള്ള വക അവളുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഇരിക്കാനുള്ള ഭാഗ്യമില്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്, എങ്ങനെങ്കിലും ഒന്ന് സെറ്റാക്കി തരാൻ പറഞ്ഞതാണ്. എനിക്ക് ജോലി വല്ലതുണ്ടാ? ജോലി ഉണ്ടായിരുന്നാ, ഞാൻ സെക്രട്ടേറിയറ്റിലെ ക്ലർക്കായിരുന്നു. ജോലിക്ക് ഉണ്ടായിരുന്ന പിന്നെ പക്ഷെ എന്താ പ്രശ്നം അറിയുമോ, ഇതും വെച്ച് പോയപ്പോ അവർക്ക് ആർക്കും എന്നെ മനസ്സിലായില്ല. അവര് പറഞ്ഞു ജോലി വരണ്ട, പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇപ്പൊ ജോലിയൊന്നുമില്ലേ? ഇപ്പൊ ജോലി ഇല്ലേന്നാ. ഞാണ്ടല്ലോ കൈ നോക്കാൻ ഒരു ചേച്ചിയുടെ കൂടെ ചീട്ടെടുത്തോക്കാൻ പോവാ തത്തയായിട്ട്. വല്ല മെച്ചോണ്ടാ? പിന്നെ വൈകുന്നേരം ഇഷ്ടം പോലെ പഴം കിട്ടും. ചുണ്ടത്ത് വിരിഞ്ഞിരിക്കാണ്, ചുണ്ടത്ത് വിരിഞ്ഞിരിക്കാണ്. അല്ല, ആമ്പൽപ്പൂ. ഹലോ, ആ ചേട്ടനുള്ള കുറുക്കും കൊച്ചിനുള്ള പുട്ടും ഞാൻ എടുത്തു വെച്ച്. അല്ല, കൊച്ചിനുള്ള പുട്ടും ചേട്ടനുള്ള കുറുക്കും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സ്നാക്കി ടീച്ചായിരുന്നാ? ഇതിന്റെ സൈസ് കിട്ടൂല. എന്ത്? ഞാൻ കൊച്ചിനോട് ചോദിച്ചതാണ്. അതെ, ഞാൻ പിന്നെ വിളിക്കാം ചേട്ടാ. ശരി ശരി. എന്ത് മരം കുത്തി കൊത്താൻ നിക്കണ? എന്താണോ അത്? ഈ താഴെ കിടക്കുന്ന സാധനങ്ങളൊക്കെ കാണാൻ പറ്റണ്ടോ? എനിക്ക് കാണാൻ പറ്റണ്ടല്ലോ. എനിക്ക് കാണാൻ പറ്റില്ല. അതെന്താടോ? അതെന്താണെന്നോ, എന്റെ ചുണ്ടിൽ സൺസൈഡ് ഇങ്ങനെ വാർത്ത വെച്ചിട്ട് ഞാനിത് എങ്ങനെ കാണാനായിട്ടാണ്? എന്റെ വിഷമം ആരെങ്കിലും കാണുന്നുണ്ടാ? ശരിയാട്ടാ, ഒരു സൈഡ് വിഷമത്തിന് കൂടുതലാ, ഒരു സൈഡ് വിഷമത്തിന് കുറഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാൻ ഇടവഴിയിൽ കൂടെ ഇങ്ങനെ നടന്നു വന്നോണ്ടിരിക്കാണ്ടോ, ആ സമയത്ത് മതിലിന്റെ പൊക്കത്തിരിക്കുന്ന ഒരു ഗിരിരാജൻ കോഴി എന്നെ കണ്ടതും എന്റെ പെടലേക്ക് ഒരു ഒറ്റ ചാട്ടോ. എന്നിട്ടേ എന്റെ ചെവിക്ക് 2 കൊത്തും. ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ കുറുകല്.
താൻ എങ്ങനെ നടന്നേന്നാ പറഞ്ഞത്? ഇങ്ങനെ ഇത് കണ്ട ഏത് കോഴിക്കാണെങ്കിലും ഒന്ന് കൊത്താൻ തോന്നും. എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നേ? ഞാൻ ചിരിക്കണല്ല, കരയണ. കരഞ്ഞ എന്തിനാ? പേരൊന്നല്ല, ഞാൻ കെട്ടാൻ പോണ പെണ്ണിന്റെ പേരെന്തെന്നറിയാവോ? കീർത്തി എന്നാ. നാളെ ഞങ്ങള് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് പിറ്റേസ് ഞങ്ങൾ എണീക്കുമല്ലോ. ആ സമയത്ത് ആളുകളൊക്കെ എന്നെ കാണുമ്പോ എന്റെ ചുണ്ട് കണ്ട അവര് പറയൂലേ, എടാ നിന്റെ ഭാര്യയുടെ പേര് കീർത്തി എന്നല്ല, അവൾക്ക് നല്ല ആർത്തിയാണെന്ന്. അത് കേൾക്കാനുള്ള മടി കൊണ്ടാ. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി സത്യം പറ, നിങ്ങൾ ഇതിനകത്ത് എന്താ ചെയ്തത്? അത് പിന്നെ ഞാനൊന്നും ചെയ്തൊന്നുമില്ല. സത്യം പറ, ഈ ചുണ്ടിൽ നിങ്ങൾ എന്താ ചെയ്തത്? അത് പിന്നെ എനിക്ക് ഈ സർജറി അറിയാൻ പറ്റാത്തോണ്ട് ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ച് തന്നെ മയക്കി കിടത്തിയായിരുന്നു. മയക്കി കിടത്തി. മയക്കി കിടത്തിട്ട് എന്റെ ചുണ്ടിൽ എന്തോ ചെയ്തേ? എടോ സത്യമായിട്ടില്ല, ഞാൻ യൂട്യൂബ് നോക്കിട്ടേ സർജറി ചെയ്യാൻ പഠിച്ചതാ. എങ്ങനെയെന്ന്? യൂട്യൂബ് നോക്കിട്ട് സർജറി ചെയ്യാൻ പഠിച്ചതാ. യൂട്യൂബിൽ നോക്കിട്ട് ആരെങ്കിലും സർജറി ചെയ്യോ? ഇത് ഞാൻ പോലീസിന് കേസ് കൊടുക്കുമോ? ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നുണ്ട്. ഹലോ, ആണോ? ഞാൻ വിളിക്കാവേ. എടോ തന്റെ ചുണ്ടിന് എന്താ പറ്റിയെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എടോ കഴിഞ്ഞ ദിവസേ ഇവിടെ കണ്ണ് അകത്തേക്ക് കുഴിഞ്ഞു പോയി, അതൊന്ന് പുറത്തേക്ക് തള്ളണോന്ന് പറഞ്ഞ ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു. അവന് കുത്തേണ്ട ഇഞ്ചക്ഷൻ മാറി തനിക്ക് ഞാൻ കുത്തിയതാ. അതാണ് എനിക്ക് കുത്തിയത്. അപ്പൊ എന്റെ ചുണ്ടിൽ കുത്താനുള്ള ഇഞ്ചക്ഷൻ അവനിപ്പഴേ കണ്ണി കൂടി സേർട്ട് വലിച്ചോണ്ടിരിപ്പുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ നിങ്ങള് എന്നെയും അവനെയും തേച്ചു, തേച്ചൊട്ടിച്ചു. നിനക്കല്ലോ ഇതുപോലത്തെ അവസ്ഥ. ഞാനത് ആലോചിച്ച് എന്താണെന്നറിയോ, ഈ പലർക്കും ഈ പ്രശ്നമുണ്ട്. ഇവൻ എനിക്ക് പോലും പ്രശ്നമുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ലൊരു പ്രശ്നം നോക്ക്. എനിക്ക് കുഴപ്പമില്ല, ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ. ഞാൻ ചാറ്റ് GPT അല്ലെങ്കിൽ ഗൂഗിൾ യൂസ് ചെയ്യുന്ന ആളെ. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ പണിക്ക് പോകരുത്. ഓൾവേസ് കൺസൾട്ട് എ ഡോക്ടർ ഇഫ് യു ഹാവ് എനി പ്രോബ്ലം. അതാണ് ഇതിനകത്ത് മനസ്സിലായത്. ഷജീറിന്റെ മുഖത്തൊക്കെ പറയാൻ പറ്റില്ല, എനിക്ക് അവനെ കാണുമ്പോ ചിരി വരും. മറ്റേ പെരുന്തച്ഛന്റെ തലയും കൊക്കിന്റെ ചുണ്ടും. ഞാൻ വിചാരിച്ചെന്തറിയോ, നമുക്കെങ്ങനെ ഇങ്ങനെ വന്നാലും ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കണ്ടേ? ഇങ്ങനെ ഇരിക്കും. കുറച്ചു പോലെ നമ്മുടെ പ്രവീൺ മുഹമ്മല്ലേ, പ്രവീൺ മുഹമ്മദ് വീഡിയോ കോൾ ചെയ്തപ്പോ കൊച്ചിനെ നന്നായിരുന്നേ, കൊച്ചപ്പനെ കരഞ്ഞിട്ട് പോയി കളഞ്ഞു. പണ്ട് നമ്മളെ ആളുടെ പേര് പറയില്ല, ഈ ഫോൺ എടുത്തിട്ട് പുള്ളി മറ്റേ കാലകനായിട്ട് റെഡി ആയിക്കൊണ്ടിരുന്നിട്ട് ഫേസ് ലോക്ക് ഇട്ട് പിന്നെ കാലകനെ കാണിച്ചാൽ ഇത് ലോണാവും. നമ്മൾ പറയില്ലേ, ഷജീറിന്റെ പെർഫോമൻസ് കണ്ടാല് ആരും ചിരിച്ചില്ലെങ്കിൽ വിഷ്ണുപ്രിയ ഉറപ്പായിട്ട് ചിരിക്കും. അതാണ് ആ കോമ്പോടെ ഗുണം. പിന്നെ ആ മൊബൈലില് ഫുൾ ഡയലോഗ്. സത്യം സത്യം. അല്ലല്ല, ഈ പ്രാവശ്യം വ്യത്യാസമുണ്ട്. എന്താണ് ഡയലോഗായിരുന്നു കൂടുതൽ എന്റെ ഫോണിൽ. അപ്പൊ എന്തായാലും വിഷ്ണുപ്രിയ ആണ് ഏറ്റവും വലിയ ഒരു എന്താ പറയാ സപ്പോർട്ട് ഷജീറിന്റെ. ഷജീർ എപ്പോഴും ആക്ടിങ്ങിന്റെ രീതിയിൽ, പക്ഷെ ഒരു ഓഡിയൻസ് രീതിയിൽ എപ്പോഴും വിഷ്ണുപ്രിയ ഷജീറിനെ കണ്ട അപ്പൊ ജീവിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ബാറ്ററി കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പണമൊഴുകണ കളി പറന്നിറങ്ങണ ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ 12,000 rupees. ശ്വേതേജി എന്താണ് പറയാനുള്ളത് ഷജീർ ആൻഡ് വിഷ്ണുപ്രിയ? പറയൂ. അല്ല, അശോകന് കുറച്ച് ക്ഷീണമുണ്ട്. അടുത്ത തവണ സെറ്റ് ചെയ്യും. ക്ഷീണമൊക്കെ മാറ്റി ബൂസ്റ്റർ കുടിച്ച് വരും നെക്സ്റ്റ് ടൈം. ഓക്കെ, അപ്പൊ പൈസയൊക്കെ ക്രെഡിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ചേച്ചി, നമ്മൾ ഗ്രൂപ്പ് മൊത്തം എത്തിയിരിക്കുകയാണ്. ഇനി തീരുമാനങ്ങളൊക്കെ ചേച്ചിയുടെ കയ്യിലാണ്. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. ഒരു ഡൗട്ടും ഇല്ല, ഞാൻ ഇപ്പൊ വരാം. വായോ. അപ്പൊ ചേച്ചി, നമുക്കിനി ഡിക്ലെയർ ചെയ്യാനുള്ള ടൈം ആയിരിക്കാണ്. ഓക്കെ, അപ്പൊ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ഗോസ് ടു സുബേഷ്. കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷായില്ലേ? കിരീടം വാരി കോരുന്നുണ്ടായത്, ഇപ്പൊ അതിന്റെ കൂടെ ക്യൂട്ടസും വാരി കോരിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത നമ്മൾ അറിയാൻ പോകുന്നത് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ആർക്കാന്നുള്ളതാണ്. ഓക്കെ, വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഗോസ് ടു ആ കൗണ്ടേഴ്സ് ഒക്കെ ആലോചിച്ച് ചേച്ചി ചിരിക്കുകയാണ് വീണ്ടും.
കൺഗ്രാറ്റുലേഷൻ. ഒരു ഫുൾ ലുക്കിനും മേക്കപ്പിനും ഒക്കെ കൂടി ആയിട്ടല്ല അല്ലേ? പിന്നെ ഇനിയും ബ്രൈറ്റ് ആവാൻ വേണ്ടി. പിന്നെ പല്ലിലെല്ലാം അതെ, ചുണ്ട് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, പല്ല് നമുക്ക് അടിപൊളിയാക്കാം. ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി. പല്ല് തേക്കണേ, എന്ത് ചുണ്ടിൽ എന്ത് ചെയ്താലും പല്ല് തേക്കണേ. ഉറങ്ങണേന്റെ മുമ്പേ പല്ല് കാണിക്കൂ. ഇപ്പൊ കാണിക്കില്ല, അത് കാണിച്ച JCBയുടെ പല്ല് കണക്കി. പക്ഷെ കുഴപ്പമില്ല, ഇനിയിപ്പോ നമ്മളൊരു ഗിഫ്റ്റ് ഹാമ്പർ ഒക്കെ തന്നില്ലേ, ഇനിയിപ്പോ പല്ല് ധൈര്യമായിട്ട് അടുത്ത എപ്പിസോഡ് പോലെ കാണിക്കാൻ പറ്റും. ഷെയർ ചെയ്തോ അല്ലെ? കിറ്റ് നിങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ ഇതും ഷെയർ ചെയ്തോന്നല്ലേ? ബ്രൈറ്റ്നസ് എല്ലാവർക്കും അങ്ങ് വാരിക്കോരി കൊടുക്കട്ടെ അല്ലെ? അപ്പൊ പ്രേക്ഷകരെ നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വിലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. താങ്ക് യു സാറുമാരെ, ഒരുപാട് ഇൻഫർമേഷൻസ് പാസ് ചെയ്തു. നിങ്ങൾക്ക് തിരിച്ച് തമാശകൾ ഞങ്ങൾ തന്നു. സർപ്പ ടീം മെമ്പേഴ്സിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ടീമിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ പോകുന്നു. പക്ഷെ വീണ്ടും ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ വരും. നിങ്ങളപ്പോൾ ഞങ്ങളുടെ ഉണ്ടാവണം. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.